ഓംലേറ്റ് സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അത്ര ഫ്ലഫി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിലും കിട്ടാറില്ല. തട്ടുകട സ്റ്റൈൽ ഓംലേറ്റിൻ്റെ ആ രുചി രഹസ്യം എന്താണെന്ന് നോക്കാം. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്ന ഒരു രീതിയാണ് ഇതിനെ സ്പെഷ്യലാക്കുന്നത്. ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിലും അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടും വളരെ ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഓംലേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു സ്റ്റീൽ മഗ്ഗോ മറ്റോ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവോള 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. സവോള കൂടുതൽ ചേർക്കരുത്. ഇനി ഒരു പച്ചമുളക് നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തതും 2 കറിവേപ്പില ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം. 2 ചെറിയ കറിവേപ്പില മാത്രം ചേർക്കുക. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കണം. ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഉപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. കുറവുണ്ടെങ്കിൽ പിന്നീടും ചെക്ക് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് തട്ടുകട സ്റ്റൈലിൽ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് സമയം നന്നായിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് ഓംലേറ്റ് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുക. നിങ്ങളടുത്ത് പാലുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ചെറിയ ഫ്രൈ പാൻ ആണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഓംലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് കൊടുത്ത പാടെ തീ കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 30 സെക്കൻഡ് സമയം കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഓംലേറ്റ് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ടും കിട്ടും. ഇനി ഒരു 1/2 മിനിറ്റ് സമയം കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ഇതുപോലെ കൈവച്ച് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഈ രീതിയിൽ മറിച്ചിട്ടാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കുക്കിങ്ങിൽ തുടക്കക്കാരാണെങ്കിൽ തവി വെച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഭാഗവും ഒരു 30 സെക്കൻഡ് സമയം മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവർ കുക്ക് ചെയ്യരുത്, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തും കുറച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഓംലേറ്റ് ഒരു 60-70% വേവിലെടുക്കുമ്പോഴാണ് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക. അഥവാ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കുക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ സാധാരണ തയ്യാറാക്കുന്ന ഓംലേറ്റ് ഒരു തവണ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.